ഞാൻ ഡോക്ടർ സതീഷ് ഡോക്ടറെ ഫോൺ ചെയ്തു. ഒരു 9 വയസ്സോ മറ്റോ ഉള്ള അവളുടെ കൂടെ നിൽക്കാൻ അവളുടെ ഏട്ടനേ ഉള്ളൂ. ഏട്ടന് 18 വയസ്സ് താഴെയാണെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഞാൻ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, അവൾക്ക് ആരുമില്ല, അവൾക്ക് ഒരു ഏട്ടനുണ്ട്, 2 ഏട്ടന്മാരുടെ ഒരു ഏട്ടൻ മാത്രമാണ് അവളുടെ കൂടെ ഉണ്ടാവുക, അവൾക്ക് മജ്ജ മാറ്റി വെക്കണം, 15-20 ലക്ഷം രൂപ ചോദിക്കുന്നു സ്വകാര്യ മേഖല. ഡോക്ടർ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടേക്ക് വിട്ടോളൂ, ഞാൻ ആ മോളെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു അനുഭവം കൂടെ പറയട്ടെ. കലഞ്ഞൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു യുവതിയെ ഭർത്താവ് കയ്യിൽ വെട്ടി, കൈ 2ആയിട്ട് മുറിഞ്ഞു. കൈപ്പത്തി വലത് കൈയാണ്, 2ആയിട്ട് മുറിഞ്ഞു. 2 ഭാഗമായിട്ട്. തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരാണ്. അച്ഛനെയും അമ്മയൊക്കെ വെട്ടി. ഈ യുവതിയുടെ ഒരു മകനുണ്ട്, ഭാര്യയ്ക്ക് ഒരു മകനുണ്ട്, 10 വയസ്സ്. അച്ഛൻ്റെ പുറത്ത് വിട്ടുകൊണ്ട് അടുത്തുള്ള ചെറുപ്പക്കാരൻ തോർത്തുകൊണ്ട് കെട്ടിയിട്ട് അവിടെ നിന്നൊരു 1.5 മണിക്കൂർ ഉണ്ടാകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അവിടേക്ക് കൊണ്ടുപോയി. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുറ്റത്ത് ആംബുലൻസ് ചെയ്ത് നിന്നു. അവർ പറഞ്ഞു, ഇറക്കുന്നതിന് മുമ്പ് പറഞ്ഞു, 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ശസ്ത്രക്രിയ ചെയ്യാം. ഈ 10 ലക്ഷം കൊണ്ട് ശരിയാകും എന്നില്ല, വീണ്ടും ശസ്ത്രക്രിയകൾ ചെയ്യില്ല. ആദ്യത്തെ ശസ്ത്രക്രിയക്ക് 10 ലക്ഷം. നിന്ന നിപ്പിൽ വീട്ടിൽ നിന്ന് 10 രൂപ കയ്യിലെടുക്കാതെ തോർത്തുകൊണ്ട് കൈ വേർപെട്ട കൈ ചേർത്ത് പിടിച്ച് കെട്ടി മോളെയും നെഞ്ചയോടും ചേർത്ത് പിടിച്ച അച്ഛനും അമ്മയും ഇവിടുന്ന് 10 ലക്ഷം രൂപ എടുക്കുന്നത്. രാത്രി 10-11 മണി ഉണ്ടാകും. എനിക്ക് ഫോൺ കോൾ വന്നു, എൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വന്നു. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു. അവർ ടീമായിട്ട് വന്നു. എല്ലാവരും ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. അന്ന് രാത്രി 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടന്നു. പണമുണ്ടോ എന്ന് ചോദിച്ചില്ല, ഇത്ര ലക്ഷമുണ്ടോ എന്ന് ചോദിച്ചില്ല, നിങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞാൻ അവിടെ ICU പോയി കണ്ടു. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞരമ്പിലൂടെ തുന്നിച്ചേർത്ത് വെച്ച് പിടിപ്പിച്ച ഞരമ്പിലൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഇന്ന് അവൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ജോലി കൊടുത്ത് അവൾ മകനെയും ചേർത്ത് പിടിച്ച് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആരോഗ്യ രംഗം.